നമസ്കാരം. വിവാഹ ദിനം ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒന്നാണ്. എന്നാൽ ആ ദിവസത്തെ സകല സന്തോഷവും അതും സ്വന്തക്കാരായ ഒരാൾ നശിപ്പിച്ചു കളഞ്ഞാൽ എന്താകും നിങ്ങളുടെ പ്രതികരണം? കേൾക്കുമ്പോൾ മലയാളത്തിലെ ഏതെങ്കിലും ഒരു സീരിയൽ കഥ എന്ന് പോലെയൊക്കെ തോന്നിക്കുമെങ്കിലും ഇംഗ്ലണ്ടിൽ നിന്നാണ് അത്തരമൊരു യഥാർത്ഥ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വിവാഹത്തിന് നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വധുവിനോട് സഹോദരൻ്റെ ഭാര്യ ചെയ്ത ക്രൂരതയ്ക്കിട്ട് അന്തം വിട്ടിരിക്കുകയാണ് ലോകം. തൻ്റെ വിവാഹ വസ്ത്രത്തിൽ കറുത്ത പെയിൻ്റ് ഒഴിച്ച നാത്തുനെ കണ്ട് അലറിക്കരയാനേ 35-കാരിയായ ജെമ്മ മോങ്കിന് സാധിച്ചുള്ളൂ. 2024 മെയ് 24 നടന്ന ഈ പ്രതികാര ആക്രമണം ഇപ്പോൾ കോടതി വിധി വന്നതോടെയാണ് പുറലോകം അറിയുന്നത്. വധുവായ ജെമ്മയുടെ സഹോദരൻ ആഷ്ലിയുടെ വിവാഹ സമയത്ത് തുടങ്ങിയ കുടുംബ വഴക്കായിരുന്നു ഇത്തരമൊരു ക്രൂരതയ്ക്ക് പിന്നിൽ. ഇപ്പോൾ സഹോദരന്റെ ഭാര്യയായ അന്ന് വധുവായിരുന്ന അന്റോണിയെ ജെമ്മ കാല് വെച്ച് വീഴ്ത്താൻ ശ്രമിച്ചു എന്ന തർക്കമാണ് വലിയ ശത്രുതയായി മാറിയത്. ഇതിന് പകരം വീട്ടാൻ ജെമ്മയുടെ വിവാഹ ദിവസം തന്നെ അന്റോണിയെ തിരഞ്ഞെടുത്തു. വധു പള്ളിയിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുമ്പോഴായിരുന്നു അന്റോണിയെ പെയിന്റുമായി പാഞ്ഞെടുത്തത്. തുടർന്ന് ജെമ്മയുടെ ശരീരത്തിലേക്ക് കറുത്ത പെയിന്റ് ഒഴിച്ചു. വസ്ത്രത്തിൽ മാത്രമല്ല, ജെമ്മയുടെ മുഖത്തും നെഞ്ചിലും കൈകളിലും പെയിന്റ് പറ്റി. ഒടുവിൽ മുഖത്തെ പെയിന്റ് കഴുകിക്കളഞ്ഞ് സുഹൃത്ത് നൽകിയ മറ്റൊരു വസ്ത്രം ധരിച്ച് 2 മണിക്കൂർ വൈകിയാണ് ജെമ്മ വിവാഹവേദിയിലെത്തിയത്. ആക്രമണത്തിന് ശേഷം അന്റോണി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. താൻ ഏറെ ആഗ്രഹിച്ചു വാങ്ങിയ ഏകദേശം 1800 പൗണ്ട് വില വരുന്ന വിവാഹ വസ്ത്രം കറുത്ത പെയിന്റിൽ മുങ്ങിയതോടെ ജെമ്മ തകർന്നുപോയി. നിശ്ചയിച്ചതിലും 2 മണിക്കൂർ വൈകുകയും ചെയ്തു. തന്റെ 20 വർഷക്കാലത്തെ പ്രണയിതാവായ കെൻ മോങ്കിനൊപ്പം ജെമ്മ വിവാഹവേദിയിലേക്ക് നടന്നത്. ഈ ഒരു സംഭവം നടക്കുന്നതിന് മുമ്പ് വധുവായ ജെമ്മ ക്യാൻസർ പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിന്റെ ഫലം എന്താകുമെന്ന ആശങ്കയിൽ നിൽക്കവെയായിരുന്നു ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. അന്റോണിക്ക് ഇത്തരമൊരു കാര്യം അറിയാമായിരുന്നിട്ടും തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തകർക്കാൻ തന്നെ അവർ തീരുമാനിക്കുകയായിരുന്നുവെന്ന് ജെമ്മ പറഞ്ഞു. ഇന്ന് 2 കുട്ടികളുടെ അമ്മയാണ് ജെമ്മ തന്നെ കാല് വെച്ച് വീഴ്ത്താൻ ശ്രമിച്ചു എന്ന അന്റോണിയുടെ ആരോപണത്തിന് പിന്നാലെ ഇരു കുടുംബങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയായിരുന്നു. 2 കുറ്റങ്ങൾ സമ്മതിച്ചതിനെ തുടർന്ന് അന്റോണിക്ക് 10 മാസത്തെ തടവ് ശിക്ഷയാണ് ലഭിച്ചത്. എന്നാൽ ഇത് നടപ്പിലാക്കുന്നത് 12 മാസത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. അതിനാൽ തൽക്കാലം ജയിലിൽ പോകേണ്ടതില്ല. കൂടാതെ 160 മണിക്കൂർ പ്രതിഫലമില്ലാത്ത ജോലിയും ചെയ്യാൻ കോടതി ശിക്ഷ വിധിച്ചു. അടുത്ത 12 മാസത്തിനുള്ളിൽ പ്രതി മറ്റു നിയമലംഘനങ്ങളൊന്നും നടത്തിയില്ലെങ്കിൽ ജയിൽവാസം ഒഴിവാകും. എന്നാൽ വ്യവസ്ഥകൾ ലംഘിച്ചാൽ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. വിവാഹത്തിന് ശേഷം ജെമ്മ മോങ്ക് കടുത്ത വിഷാദ രോഗത്തിന് അടിമപ്പെടുകയും ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. ജെമ്മയുടെ ഭർത്താവ് കെൻ പണ്ട് ആഷ്ലിയുടെ ഉറ്റ സുഹൃത്തായിരുന്നുവെങ്കിലും ഇവർ തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും വഷളായിരിക്കുകയാണ്. ജെമ്മയ്ക്ക് വെറും 14 വയസ്സുള്ളപ്പോൾ അവളെ കെന്നിന് പരിചയപ്പെടുത്തി കൊടുത്തതും സഹോദരനായ ആഷ്ലി ആയിരുന്നു. തൻ്റെ ജീവിതത്തിൽ ഈ ഒരു സംഭവം വലിയ ആഘാതമാണ് ഉണ്ടാക്കിയതെന്നാണ് അവർ വെളിപ്പെടുത്തിയത്. ആക്രമണത്തിന് ശേഷം പോലീസിന് മൊഴി നൽകുമ്പോൾ നിയന്ത്രണം വിട്ട് കരഞ്ഞ കാര്യവും അവർ ഓർത്തെടുത്തു. ഭർത്താവിൻ്റെയും മക്കളുടെയും പിന്തുണയില്ലായിരുന്നുവെങ്കിൽ തനിക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയില്ലായിരുന്നുവെന്നും അവർ പറഞ്ഞു. ഈ ഒരു സംഭവത്തിന് 3 മാസത്തിന് ശേഷം നടന്ന ചോദ്യം ചെയ്യലിൽ അന്റോണിയോ പോലീസിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും ശിക്ഷാവിധിക്ക് മുന്നോടിയായിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥനോട് ഇതൊരു പ്രതികാര ആക്രമണമായിരുന്നുവെന്നും അന്റോണിയോ സമ്മതിച്ചു. കൂടാതെ കോടതിയിൽ അവർ കുറ്റസമ്മതവും നടത്തി. ജെമ്മ മോങ്കിനോട് അന്റോണിയോ ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവരുടെ അഭിഭാഷകൻ പറഞ്ഞു. അന്റോണിയുടെ വിഷാദ രോഗത്തെക്കുറിച്ച് കോടതിയിൽ പറഞ്ഞ അദ്ദേഹം ഈ കേസ് അവരുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിച്ചുവെന്ന് കൂട്ടിച്ചേർത്തു. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രതികാര ആക്രമണം നടത്തിയത് എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കോടതിയിൽ വെളിപ്പെടുത്തിയില്ല. ജയിൽ ശിക്ഷ ലഭിക്കുമോ എന്ന കാര്യത്തിൽ അന്റോണിക്ക് ഭയമുണ്ടായിരുന്നുവെന്നും അഭിഭാഷകൻ പറഞ്ഞു. അന്റോണിയോയുടെ പ്രവൃത്തിയെ ഭയാനകവും നികൃഷ്ടവും ക്രൂരവും എന്നാണ് ജഡ്ജി വിശേഷിപ്പിച്ചത്. ശിക്ഷാവിധിക്ക് ശേഷം തന്റെ സഹോദരന്റെ ഭാര്യയുടെ മാപ്പ് ഒരിക്കലും താൻ സ്വീകരിക്കില്ല എന്ന് ജെമ്മ പറയുന്നു. അന്റോണിക്ക് ലഭിച്ച ശിക്ഷ വളരെ കുറഞ്ഞുപോയെന്നാണ് അവർ പ്രതികരിച്ചത്. സംഭവിച്ച കാര്യങ്ങൾ കാരണം താനും ഭർത്താവും വിവാഹ വാർഷികം ആഘോഷിക്കാറില്ലായിരുന്നുവെന്നും എന്നാൽ ഇത്തവണ ഓർമ്മകൾ പുതുക്കാൻ തങ്ങൾ അതിന് തയ്യാറെടുക്കുകയാണെന്നും അവർ വ്യക്തമാക്കി.